വെള്ളാനിക്കരയിൽ നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ദേശീയ സയൻസ് കോൺഗ്രസിൽ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാസ്ത്ര കോൺഗ്രസിൽ ശാസ്ത്രജ്ഞരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവനവാദക്കാരാണോ എത്തുന്നത് എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തൃശൂർ DCCക്ക് പുതിയ നാഥനായി. പുതിയ DCC പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ നിയമിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തെക്കുംകര സ്വദേശി ജെയിനിനെ ഇന്ത്യൻ എംബസി സന്ദർശിച്ചു. ജെയിനിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് എംബസി ഉദ്യോഗസ്ഥർ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിരലിന്റെ മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇന്ത്യൻ എംബസി. ഡൽഹിയിൽ BJP അധികാരത്തിലേക്ക് 4 നൂറ്റാണ്ടിനു ശേഷമാണ് ഡൽഹിയിൽ BJP അധികാരത്തിലെത്തുന്നത്. അടിപതറി ആം ആദ്മി പാർട്ടി, ചിത്രത്തിലില്ലാതെ കോൺഗ്രസ്. തൃശൂരിൽ BJPയുടെ ആഹ്ലാദ പ്രകടനം. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് പതാക ഉയർന്നു. ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ 434 പ്രതിനിധികൾ പങ്കെടുക്കും. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. ചാവക്കാട് കടപ്പുറം നോളി റോഡിൽ ബൈക്കും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇരിഞ്ഞാലക്കുട വല്ലക്കുന്നിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഫ്രൂട്ട്സ് ഷോപ്പ് ഉടമ മരിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ ഓട്ടോ ടാക്സി ഇടിച്ച് ബൈക്ക് യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയ സയൻസ് കോൺഗ്രസിൽ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നുവെന്നും ശാസ്ത്ര കോൺഗ്രസിൽ ശാസ്ത്രജ്ഞരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവനവാദക്കാരാണോ എത്തുന്നതെന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ വെള്ളാനിക്കരയിൽ നടക്കുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിനുമേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടക്കുന്ന ഇക്കാലത്ത് അതിനെതിരെ ശാസ്ത്രീയ ധ്രുവീകരണം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ലോകത്താകെ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്ന കാലത്താണ് നൂതന മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ ചെലവഴിക്കുന്നത്. രാജ്യം മുന്നോട്ടു പോവുകയാണോ അതോ പിന്നോട്ടു പോവുകയാണോ എന്ന് നാം ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ലോകത്താകെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലത്താണ് അത്തരം നൂതന മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ ചെലവഴിക്കപ്പെടുന്നു. രാജ്യം മുന്നോട്ട് പോവുകയാണോ അതോ പിന്നോട്ട് നീങ്ങുകയാണോ എന്ന് നാം ചിന്തിക്കണം. സയൻസ് കോൺഗ്രസുകളിൽ ശാസ്ത്രജ്ഞരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവന വാദക്കാരാണോ എത്തുന്നത് എന്നത് പരിശോധിക്കണം. അത് യഥാർത്ഥ ശാസ്ത്രജ്ഞരായ നിങ്ങളുടെ കടമയാണ്. ശാസ്ത്രത്തിന്റെയും ശാസ്ത്ര ഗവേഷണങ്ങളുടെയും പേറ്റന്റുകൾ സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിന്റെ ഗുണഫലങ്ങൾ ലോകത്തിനാകെ ലഭിക്കുകയുള്ളൂ. മികച്ച ശാസ്ത്ര അവബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമുണ്ട്. ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നാം ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും 3 പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിൽ സംസ്ഥാന സർക്കാരിന്റെ 2023 ശാസ്ത്ര പുരസ്കാരത്തിന് ISRO മുൻ ചെയർമാൻ ഡോക്ടർ S സോമനാഥിനെ തെരഞ്ഞെടുത്തതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ചടങ്ങിൽ യുവ ഗവേഷകർക്കുള്ള പുരസ്കാരങ്ങളായ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണ മെഡൽ, ഡോക്ടർ S വാസുദേവ് അവാർഡ്, ശാസ്ത്ര സാഹിത്യ പുരസ്കാരങ്ങൾ, മികച്ച ഗവേഷകനുള്ള അവാർഡ് എന്നിവയും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങളുടെയും പ്രദർശിപ്പിക്കപ്പെടുന്ന ഗവേഷണ പോസ്റ്ററുകളുടെയും സമാഹാരം പ്രകാശിപ്പിച്ചു. 37ാമത് ശാസ്ത്ര കോൺഗ്രസ് അധ്യക്ഷനും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ പ്രൊഫസർ KP സുധീർ അധ്യക്ഷത വഹിച്ചു. KFRI ഡയറക്ടർ CS കണ്ണൻ വാര്യർ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ S സാബു, പ്രൊഫസർ MK ജയരാജ്, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക്, മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് പത്മശ്രീ MC ദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് TCV. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തൃശൂർ DCCക്ക് പുതിയ നാഥനായി. 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷം പുതിയ DCC പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ AICC നേതൃത്വം നിയമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയെ തുടർന്ന് DCC അധ്യക്ഷനും UDF ചെയർമാനും ഒഴിഞ്ഞതിനു ശേഷം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ചർച്ചകൾക്കും ഗ്രൂപ്പ് സമവായങ്ങൾക്കും ഒടുവിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ
അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പുതിയ DCC പ്രസിഡന്റായി നിയമിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉത്തരവിറക്കിയത്. 2024 ജൂൺ 10 ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം നിലവിൽ VK ശ്രീകണ്ഠൻ MP-യാണ് തൃശൂർ DCC പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിരുന്നത്. ഇതിനിടെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ തോൽവി നേരിടേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ തോൽവി സംബന്ധിച്ച് KPCC സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ വ്യാജരേഖകൾ വാർത്തയായി വന്നത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ DCC പ്രസിഡന്റിന്റെ നിയമനം. ന്യൂസ് ഡെസ്ക് TCV. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തെക്കുംകര കുത്തുപാറ സ്വദേശി ജെയിനിനെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ജെയിനിനെ മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്നും നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്നും ഉദ്യോഗസ്ഥർ ജെയിനിനെ അറിയിച്ചു. എംബസി ഓഫീസർ ഭവീഷിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. റഷ്യൻ എംബസി, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, കേന്ദ്രമന്ത്രിമാർ, അടൂർ പ്രകാശ് MP എന്നിവർക്ക് നേരത്തെ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. റഷ്യയിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടനെല്ലൂർ തോളത്ത് വീട്ടിൽ ബാബുവിന്റെ മകൻ ബിനിൽ കൊല്ലപ്പെട്ടിട്ട് 1 മാസം പിന്നിട്ടിട്ടും മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ പറഞ്ഞു. റഷ്യ പിടിച്ചെടുത്ത ഉക്രൈനിലെ നെവസ്കോയി എന്ന സ്ഥലത്ത് വെച്ചാണ് ബിനിൽ കൊല്ലപ്പെട്ടത്. മേഖലയിൽ കനത്ത യുദ്ധം നടക്കുകയാണെന്നും അത് തീരാതെ അങ്ങോട്ട് പ്രവേശിക്കാനാകില്ലെന്നും എംബസി അധികൃതർ വ്യക്തമാക്കി. 27 വർഷത്തിനു ശേഷം രാജ്യതലസ്ഥാനത്തിന്റെ ഭരണം BJP പിടിച്ചെടുത്തു. ആകെയുള്ള 70 സീറ്റിൽ കേവല ഭൂരിപക്ഷം കടന്ന് 48 സീറ്റുകൾ നേടിയാണ് BJP ഭരണം പിടിച്ചെടുത്തത്. നിലവിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി 22 സീറ്റുകളിൽ ഒതുങ്ങി. കോൺഗ്രസ് ചിത്രത്തിൽ ഇല്ലാതെയായി. 2015 67 സീറ്റും 2020 62 സീറ്റും നേടി വലിയ ഭൂരിപക്ഷത്തോടെ ഡൽഹി ഭരണം പിടിച്ച ആം ആദ്മി പാർട്ടിക്ക് 3ാം ഊഴത്തിൽ ചുവട് പിഴച്ചു. ആം ആദ്മി പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി സിസോദിയയും പരാജയപ്പെട്ടപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി അതീഷി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഡൽഹി തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് BJP തൃശൂരിൽ പ്രകടനം നടത്തി. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും നാസിക് ഡോളിന്റെ അകമ്പടിയോടെയും പഴയ നടക്കാവ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സുരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. കേരളത്തിലടക്കം പുതിയ മാറ്റത്തിന് സുപ്രധാന പങ്കുവഹിക്കുന്ന വിജയമാണ് ഡൽഹിയിലേതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ നവോത്ഥാന വോട്ടിംഗ് ചിന്തകൾ ഉണ്ടാവുന്നതിലേക്ക് വഴി തെളിയിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയം പാഠമൊന്നും പഠിക്കണ്ട, അവർ പഠിച്ചത് പാടിയിട്ടുണ്ട്, അതങ്ങനെ തന്നെ പോകട്ടെ. പക്ഷേ ജനങ്ങൾ അവരുടെ പഠനം പുതുതായി നടത്തും. അതിന് ഈ തെരഞ്ഞെടുപ്പ്, ഈ വിജയം തീർച്ചയായിട്ടും വലിയ പങ്കുവഹിക്കും. BJP തൃശൂർ സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് KR ഹരി, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, MS സമ്പൂർണ, സുരേന്ദ്രൻ അയനിക്കുന്നത്ത്, രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് പതാക ഉയർന്നു. സംഘാടക സമിതി ചെയർമാൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA പതാക ഉയർത്തി. വിവിധ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ സമ്മേളന നഗരിയിൽ സംഗമിച്ചതിന് ശേഷമാണ് പതാക ഉയർത്തിയത്. ഞായറാഴ്ച രാവിലെ 10 കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 17 ഏരിയകളിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 392 പേരും ഉൾപ്പെടെ 434 പ്രതിനിധികൾ പങ്കെടുക്കും. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 25,000 റെഡ് വളണ്ടിയർമാരുടെ മാർച്ച് ആരംഭിക്കും. വൈകിട്ട് കുന്നംകുളത്ത് ചെറുവത്തൂർ മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
ചാവക്കാട് കടപ്പുറം നോളി റോഡിൽ ബൈക്കിന് പുറകിൽ ടൂറിസ്റ്റ് ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ പുഴങ്ങരയല്ലത്ത് വീട്ടിൽ മുഹമ്മദ് നിഷാദാണ് മരിച്ചത്. ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇരിഞ്ഞാലക്കുട വല്ലക്കുന്നിൽ ബൈക്ക് അപകടത്തിൽ ഫ്രൂട്ട്സ് ഷോപ്പ് ഉടമ മരിച്ചു. ഇരിഞ്ഞാലക്കുട സ്വദേശി മംഗലൻ വീട്ടിൽ 58 വയസ്സുള്ള സജിത്താണ് മരിച്ചത്. വല്ലക്കുന്നിൽ ഫ്രൂട്ട്സ് ഷോപ്പ് നടത്തുന്ന സജിത്ത് വെള്ളിയാഴ്ച രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ ഓട്ടോ ടാക്സി ഇടിച്ച് ബൈക്ക് യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ചു. അഞ്ചങ്ങാടി ലോറിക്കടവ് പുളിയനാർ പറമ്പിൽ മനേഷിന്റെ ഭാര്യ 41 വയസ്സുള്ള സുസ്മിതയാണ് മരിച്ചത്. ചന്ദന സ്റ്റോപ്പിൽ മകനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവല്വാമല പഞ്ചായത്തിന്റെ ആംബുലൻസ് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പഴയന്നൂർ കാട്ടിലക്കോട് പരേതനായ വാസുദേവൻ നമ്പൂതിരിയുടെ ഭാര്യ 67 വയസ്സുള്ള രമ അന്തർജനമാണ് മരിച്ചത്. ജനുവരി 25-ന് രാവിലെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് അപകടം നടന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ രാധാകൃഷ്ണൻ എംപിയുടെ വീട് സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച എംപിയുടെ അമ്മ ചിന്നയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിക്കാനാണ് മുഖ്യമന്ത്രി എത്തിയത്. ചേലക്കര ശ്രീമൂലം തിരുനാൾ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ മുഖ്യമന്ത്രി റോഡ് മാർഗമാണ് എംപിയുടെ വീട്ടിൽ എത്തിയത്. തൃശൂർ സൺ മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോണിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. 10 മിനിറ്റോളം മുഖ്യമന്ത്രി ബേബി ജോണുമായി സംസാരിച്ചു. ബേബി ജോണിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രിയെ ആശുപത്രി MD ഡോക്ടർ പ്രതാപ് വർക്കി ബൊക്കെ നൽകി സ്വീകരിച്ചു. അറബിക്കടലിൽ ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ട്. കാസർഗോഡിന് പടിഞ്ഞാറ് ഭാഗത്താണ് റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ഫിഷറീസ് വകുപ്പും തീരദേശ പോലീസും കടലിലും തീരപ്രദേശത്തും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. തോളൂരിൽ റെയിൽവേ ട്രാക്കിൽ തെങ്ങ് വീണതിനെ തുടർന്ന് ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ട്രെയിൻ 3 മണിക്കൂർ വൈകി. തെങ്ങ് വീണതിനെ തുടർന്ന് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിദഗ്ധ തൊഴിലാളികൾ എത്തി തെങ്ങ് മുറിച്ചു മാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. കൊടകര പേരാമ്പ്രയിൽ 224 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മാഹി സ്വദേശി പിടിയിലായി. പള്ളൂർ സ്വദേശി ജംഷാദാണ് വാഹന പരിശോധനയ്ക്കിടെ കൊടകര പോലീസിന്റെ പിടിയിലായത്. വാഹനത്തിന്റെ ഡിക്കിയിലാണ് ഇയാൾ മദ്യം സൂക്ഷിച്ചിരുന്നത്. വാട്സപ്പ് വഴി ഓർഡർ സ്വീകരിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മദ്യവിൽപ്പന നടത്തുകയാണ് ഇയാൾ ചെയ്യുന്നത് എന്ന് പോലീസ് പറഞ്ഞു. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന 16,000-ഓളം വരുന്ന അധ്യാപക നിയമന അംഗീകാര പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ അതിരൂപതയുടെ ആതിഥേയത്വത്തിൽ നടന്ന കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നപരിഹാരത്തിനായി വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ചർച്ചകൾക്ക് വേദിയൊരുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പശ്ചാത്തലത്തിൽ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ അധ്യാപക സമൂഹത്തിന് കഴിയണമെന്ന് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ചത് നീതി നിഷേധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ മാർ അംബ്രോസ് പുത്തൻവീട്ടിൽ, സംസ്ഥാന ഡയറക്ടർ ഫാദർ ആന്റണി വാക്കോ അറയ്ക്കൽ, തൃശൂർ അതിരൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി തൃശൂർ സെയിന്റ് തോമസ് കോളേജിൽ നിന്നും അധ്യാപകർ പങ്കെടുത്ത വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ റാലിയും നടന്നു. മേയർ MK വർഗീസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. രണ്ടാമത് ആതുര ശുശ്രൂഷ രംഗത്ത്, മൂന്നാമത് സാമൂഹ്യ സേവന രംഗത്ത്, ഇങ്ങനെ ക്രൈസ്തവ വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഹിന്ദി ഭാഷാ പണ്ഡിതരോട് ചോദിക്കുന്ന ഞാൻ ആ ഭാഷ എന്തായി മലയാളത്തിലായി മാത്രം. അച്ഛൻ വളയം പിടിക്കുന്ന ബസ്സിൽ മകൾ ഡബിൾ ബെല്ലടിച്ചു.
യാത്രക്കാരനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി എത്തിയതോടെ യാത്ര ഉഷാറായി. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാമപ്രിയ എന്ന ബസ് അച്ഛന്റെയും മകളുടെയും സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. കൊടുങ്ങല്ലൂർ സ്വദേശി ഷൈൻ ഡ്രൈവറും മകൾ അനന്തലക്ഷ്മി കണ്ടക്ടറുമായുള്ള ബസ് യാത്രയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കാളിയായി. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ ധന്യയുടെ മകളും കൂടിയായ അനന്തലക്ഷ്മിയെക്കുറിച്ച് കേട്ടറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെത്തിയപ്പോഴാണ് ബസ്സിൽ യാത്ര ചെയ്തത്. രാവിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നതിനുള്ള മൺപാത്ര വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് കോട്ടപ്പുറത്തേക്ക് ഈ ബസ്സിൽ യാത്ര നടത്തിയത്. ചെറുപ്പം മുതൽ തന്നെ വാഹനങ്ങളോടുള്ള പ്രിയമാണ് അനന്തലക്ഷ്മി എന്ന പെൺകുട്ടിയെ കണ്ടക്ടർ കുപ്പായം അണിയിച്ചത്. എം.കോം പഠനത്തിനൊപ്പമാണ് അനന്തലക്ഷ്മി അച്ഛനോടൊപ്പം സ്വന്തം ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നത്. കോവിഡാനന്തരമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ബസ് സർവീസ് നടത്തുകയെന്നത് ശ്രമകരമായി മാറിയപ്പോഴാണ് അനന്തലക്ഷ്മി ധൈര്യമായി അച്ഛനോടൊപ്പം കണ്ടക്ടറുടെ കാക്കി അണിഞ്ഞത്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു തൊഴിൽ എപ്പോഴും നല്ലത് തന്നെയാണല്ല, അതിനുവേണ്ടി അത് പഠിപ്പിച്ചു. പിന്നെ ആളുടെ താല്പര്യം, ഈ തൊഴിലെടുക്കാനും താല്പര്യമുണ്ടല്ലോ, അതൊരു പ്രധാന ഘടകമാണ്. ക്ലാസ് ഇല്ലാത്തപ്പോൾ പുള്ളിക്കാരിയാണ് കണ്ടക്ടർ ആയ ഒരു ഫുൾ പവറിൽ തന്നെയാണ് ആൾ ഇത് ചെയ്യുന്നത്. ആ ബ്ലോക്കൊക്കെ മാറ്റാനും പൈസ മേടിക്കാനും ആളെ കയറ്റി റൈറ്റ് ആക്കാനൊക്കെ പ്രത്യേക വൈഭവമാണുള്ളത്. അനന്തലക്ഷ്മിയെയും അച്ഛൻ ഷൈൻ, അമ്മ ധന്യ എന്നിവരെയും പൊന്നാട അണിയിച്ച് ആദരിച്ച ശേഷമാണ് സുരേഷ് ഗോപി ബസ് യാത്രയിൽ പങ്കാളിയായത്. BJP നേതാക്കളും നഗരസഭാ കൗൺസിലർമാരും ബസ് യാത്രയിൽ കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അയ്യന്തോൾ കുന്നത്ത് ടെക്സ്റ്റൈൽസ് കോമ്പൗണ്ടിൽ തീപിടുത്തം. ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. വെസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപമുള്ള പറമ്പിൽ തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. ഒരാൾ പൊക്കത്തിൽ വരെ ഉയർന്ന തീ അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സിനെ അണയ്ക്കാനായത്. കൊല്ലം ചാത്തന്നൂരിലെ സ്വകാര്യ ഹോസ്റ്റലിന്റെ സ്ലാബ് തകർന്നു വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തോളൂർ സ്വദേശിനി മരിച്ചു. പിള്ളാട്ടിൽ മനോജിന്റെ മകൾ മനീഷയാണ് മരിച്ചത്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 4ാം നിലയിലെ സ്ലാബാണ് തകർന്നത്. അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം. തൃപ്രയാറിൽ വെൽഡിംഗ് ജോലിക്കെത്തിയ യുവാക്കളെ ആക്രമിച്ച 4 ചുമട്ട് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. നാട്ടിക സ്വദേശി ആറുകെട്ടി വീട്ടിൽ ഷിബു, തൃപ്രയാർ സ്വദേശി കളിച്ചത്തിൽ വീട്ടിൽ രതീഷ്, വലപ്പാട് സ്വദേശി ചീരായി വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, നാട്ടിക സ്വദേശി നമ്പെട്ടി വീട്ടിൽ രാധാകൃഷ്ണൻ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിങ്ങോട്ടുകര സ്വദേശി സായ്രാജ്, സബി എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. തൃപ്രയാർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിന് സമീപത്തെ ഫർണിച്ചർ കടയിൽ ഡ്രസ് പണിക്കുള്ള സാധനങ്ങൾ സായ്രാജും സബിയും ചേർന്ന് ഇറക്കിയതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് സായ്രാജിന് തലയ്ക്ക് പരിക്കേറ്റിരുന്നു. വലപ്പാട് SI CN എബിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ PU മനോജ്, MB പ്രണവ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ KM മുജീബ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ ഭൂമി പൂജയും കാൽനാട്ടു കർമ്മവും നടന്നു. പാറമേക്കാവ് മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരി ഭൂമി പൂജ നിർവഹിച്ചു. തുടർന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, P ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, മുൻ മേയർമാരായ IP പോൾ, അജിത ജയരാജൻ, K രാധാകൃഷ്ണൻ, ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഇൻചാർജ് പ്രശാന്ത് മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് K രവീന്ദ്രനാഥ്, സെക്രട്ടറി M രവികുമാർ തുടങ്ങിയവർ ചേർന്ന് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. മെയ് 6, 7 തീയതികളിലാണ് തൃശൂർ പൂരം. മാർച്ച് അവസാനത്തോടെ എക്സിബിഷന് തുടക്കമാകും. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് തുറക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് 1 മണിക്കൂറോളം യാത്രക്കാർ റെയിൽവേ ഗേറ്റ് റോഡിൽ കുടുങ്ങി. ശനിയാഴ്ച രാവിലെയാണ് റെയിൽവേ ഗേറ്റ് തകരാറിലായത്. ജോലിക്കാരും യാത്രക്കാരുമടക്കം നിരവധി പേരാണ് ഗേറ്റ് തകരാറിലായതിനെ തുടർന്ന് വഴിയിൽ കുടുങ്ങിയത്. സ്വകാര്യ ബസ്സുകൾ വഴിതിരിച്ചുവിട്ടു. റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി 1 മണിക്കൂറിന് ശേഷമാണ് തകരാർ പരിഹരിച്ചത്. മണിക്കൂറിന് ഏകദേശം അടുത്ത് വരെ ഗേറ്റ് അടച്ചിട്ട് 3ാമത്തെ വണ്ടിയാണ് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഗേറ്റ് ചില കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ ഇപ്പം 3 വണ്ടിയായി പോയിട്ടും ജനങ്ങളുടെ കാണുന്ന ക്യൂ മുഴുവൻ ഇവിടെ നിൽക്കുകയാണ്. മിക്ക സമയത്ത് ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. മുള്ളൂർക്ക ഗേറ്റിന്റെ അവസ്ഥ അധിക സമയത്ത് തന്നെയാണ് നമ്മൾ അനുഭവപ്പെടുന്നത്.
3/4 മണിക്കൂർ 3 വണ്ടി 4 വണ്ടിയൊക്കെ പോയിട്ടാണ് ഒന്ന് ഗേറ്റ് അപ്പുറം കിടക്കാൻ കഴിയുന്നത്. 1 മണിക്കൂറിലധികം സമയം മിക്കപ്പോഴും ഇവിടെ കിടക്കേണ്ട ഗതികേടാണുള്ളത് ഇവിടെ നാട്ടിൽ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ കർഷക വിരുദ്ധ ബഡ്ജറ്റിനെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. തൃശൂർ കോർപ്പറേഷന് മുൻപിൽ നടന്ന സമരം മുൻമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ തൃശൂർ മണ്ഡലം പ്രസിഡന്റ് AC വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K അരവിന്ദാക്ഷൻ മേനോൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, കിസാൻ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജു കുണ്ടോളി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ സംഘടിപ്പിക്കുന്ന തദ്ദേശ ദിനാഘോഷം 2025ന്റെ ഭാഗമായുള്ള സംസ്ഥാനതല കായിക മത്സരം തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. സബ് കമ്മിറ്റി കൺവീനർ KS രാമദാസ്, ജോയിന്റ് കൺവീനർ രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻ റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,900 രൂപ, പവന് 63,200 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,500 രൂപ. തരകൻ റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളാനിക്കരയിൽ നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ദേശീയ സയൻസ് കോൺഗ്രസിൽ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശാസ്ത്ര കോൺഗ്രസിൽ ശാസ്ത്രജ്ഞന്മാരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവനവാദക്കാരാണോ എത്തുന്നത് എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തൃശൂർ DCCക്ക് പുതിയ നാഥനായി. പുതിയ DCC പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ നിയമിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തെക്കുംകര സ്വദേശി ജെയിനിനെ ഇന്ത്യൻ എംബസി സന്ദർശിച്ചു. ജെയിനിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് എംബസി ഉദ്യോഗസ്ഥർ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇന്ത്യൻ എംബസി. ഡൽഹിയിൽ BJP അധികാരത്തിലേക്ക്. 4 നൂറ്റാണ്ടിനു ശേഷമാണ് ഡൽഹിയിൽ BJP അധികാരത്തിലെത്തുന്നത്. അടിപതറി ആം ആദ്മി പാർട്ടി. ചിത്രത്തിലില്ലാതെ കോൺഗ്രസ്. തൃശൂരിൽ BJPയുടെ ആഹ്ലാദ പ്രകടനം. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് പതാക ഉയർന്നു. ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനത്തിൽ 434 പ്രതിനിധികൾ പങ്കെടുക്കും. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. ചാവക്കാട് കടപ്പുറം നോളി റോഡിൽ ബൈക്കും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇരിഞ്ഞാലക്കുട വല്ലക്കുന്നിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഫ്രൂട്ട്സ് ഷോപ്പ് ഉടമ മരിച്ചു. പടിഞ്ഞാറ് വെമ്പല്ലൂരിൽ ഓട്ടോ ടാക്സി ഇടിച്ച് ബൈക്ക് യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.